നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ കോവിഡ് വാക്സിൻ പരീക്ഷണം സംബന്ധിച്ച അനുകൂല വാർത്തകൾക്കായി ലോകം പ്രതീക്ഷയോടെയാണ് കാതോർത്തിരിക്കുന്നത്. എന്നാൽ ഇതാ തങ്ങൾ വികസിപ്പിച്ച വാക്സിൻ 90% ഫലപ്രദമാണെന്ന് അവകാശപ്പെട്ട് അമേരിക്കൻ കമ്പനി ഫൈസർ രംഗത്തെത്തിയിരിക്കുന്നു. ജർമ്മൻ മരുന്ന് കമ്പനിയായ ബയോടെക്കുമായി ചേർന്ന് ഫൈസർ വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണത്തിൽ 90% ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതായി AFP, റോയിട്ടേഴ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം മൂന്നാം ഘട്ട പരീക്ഷണത്തിന്റെ ആദ്യ ഫലങ്ങളിൽ നിന്നാണ് കോവിഡ് വാക്സിൻ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതെന്ന് ഫൈസർ ചെയർമാനും സിഇഒയുമായ ആൽബർട്ട് ബൗർല വ്യക്തമാക്കി. മൂന്നാം ഘട്ട പരീക്ഷണങ്ങളുടെ പ്രതീക്ഷ നൽകുന്ന ഫലം പുറത്തുവിടുമെന്ന ആദ്യ കമ്പനിയാണ് ഫൈസർ എന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ അവകാശപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള 4 അടക്കം 11 COVID-19 വാക്സിനുകളാണ് നിലവിൽ അവസാനഘട്ട പരീക്ഷണത്തിൽ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യരിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ വിശദാംശങ്ങൾ ആദ്യമായിട്ടാണ് ഫൈസർ പുറത്തുവിടുന്നത്. മുൻപ് കോവിഡ് ബാധിക്കാത്തവരിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ രോഗബാധ തടയുന്നതിൽ വാക്സിൻ 90%-ലധികം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതെന്ന് ബൗർല അവകാശപ്പെടുകയാണ്. 5ാം പനി അടക്കമുള്ളവർക്കെതിരെ കുട്ടികൾക്ക് നൽകുന്ന വാക്സിനുകൾ പോലെ തന്നെ ഫലപ്രദമാണിത്. സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കമ്പനി വ്യക്തമാക്കുന്നു. 2ാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് 7 ദിവസത്തിനകം COVID-19 പ്രതിരോധശേഷി ലഭിക്കുമെന്നാണ് പരീക്ഷണങ്ങളിൽ വ്യക്തമായിട്ടുള്ളതെന്ന് ബൗർല പറയുന്നു. ആദ്യ ഡോസിൽ 28 ദിവസമായിരുന്നു ഇത്. 2 ഡോസ് വാക്സിൻ അടിയന്തര അനുമതി തേടി US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ ഈ മാസം അവസാനം തന്നെ സമീപിക്കാനാണ് ഫൈസർ ഒരുങ്ങുന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അനുമതി ലഭിച്ചാൽ ഡിസംബർ അവസാനത്തോടെ 5 കോടി ഡോസ് വാക്സിനും 2021-ൽ 130 കോടി ഡോസും ലോകത്തിന് നൽകാനാകുമെന്നാണ് ഫൈസറിന്റെ പ്രതീക്ഷ. ഫൈസറും ബയോടെക്കും ചേർന്ന് വികസിപ്പിച്ച വാക്സിന്റെ ജൂലൈ 27 തുടങ്ങിയ മൂന്നാം ഘട്ട പരീക്ഷണങ്ങളിൽ 43,538 പേരാണ് പങ്കാളികളായത്. ഇത്രയും സന്നദ്ധ പ്രവർത്തകരിൽ കോവിഡ് വാക്സിന്റെ 2 ഡോസുകളോ മരുന്നെന്ന പേരിൽ മറ്റു വസ്തുവോ നൽകിയാണ് പരീക്ഷണം നടത്തിയത്. വാക്സിൻ സ്വീകരിച്ചവരിൽ 10%-ൽ താഴെ പേർക്ക് മാത്രമാണ് പിന്നീട് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ മരുന്നെന്ന പേരിൽ മറ്റു വസ്തുക്കൾ നൽകിയവരിൽ 90%-നും കോവിഡ് ബാധിച്ചുവെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. ആയിരക്കണക്കിന് പേരിൽ തുടരുന്ന പരീക്ഷണങ്ങളുടെ ഫലം വരുന്ന ആഴ്ചകളിൽ പുറത്തുവിടുന്നതാണ്. വൈറസ് ബാധയിൽ നിന്ന് വാക്സിൻ ദീർഘകാല സംരക്ഷണം നൽകുമോ, ഒരിക്കൽ വൈറസ് ബാധിച്ചവർക്ക് വീണ്ടും കോവിഡ് ബാധിക്കാതെ സംരക്ഷിക്കുമോ എന്നീ കാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ തുടരുകയാണെന്ന് ബയോടെക് CEO ഉഗുർ സാഹിർ പറയുന്നു. വാക്സിൻ പരീക്ഷണം വിജയകരമാണെന്ന വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഫൈസറിന്റെ ഓഹരികൾക്ക് 14.2%, ബയോടെക്കിന്റെ ഓഹരികൾക്ക് 23% കുതിപ്പുണ്ടായിരിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.